ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കെടുക്കാത്തവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് ഭാവിയിൽ ഉയർപ്പിക്കപ്പെടും. അവരെല്ലാവരും രണ്ടാം പുനരുത്ഥാനത്തിനായി, ന്യായവിധിയുടെ പുനരുത്ഥാനത്തിനായി എഴുന്നേൽക്കും. അവരെല്ലാം ജീവിച്ചിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരും പാപമോചനം ലഭിക്കാത്തവരുമാണ്. അവരെല്ലാം തിന്മ ചെയ്തവരാണ്. അതായത് കർത്താവായ യേശുക്രിസ്തുവിൽ ലഭ്യമായ രക്ഷ നിഷേധിച്ചവരാണ്. യേശുക്രിസ്തുവിനെ നിന്ദിച്ചവരാണ്. അവർ ദൈവമുമ്പാകെ കുറ്റം വിധിക്കപ്പെടുന്നു. അവർക്ക് ഒരു അവസാനം മാത്രമേ ഉള്ളൂ: നിത്യമായ തീപ്പൊയ്ക. യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. മരിച്ചവരിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു, പാപം മോചിക്കപ്പെടുന്നു. അവർ ഒന്നാം പുനരുത്ഥാനത്തിൻ പങ്കാളികളാണ്. ഏത് പുനരുത്ഥാനത്തിൻ്റെ ഭാഗമാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.